ജില്ലയിലെ മേരിക്കരയിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവരുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഒരുമിച്ച് മരിക്കാമെന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തിയ ശേഷം കൊലപ്പെടുത്തിയ പ്രതി വൈശാഖൻ മരണശേഷവും മൃതദേഹത്തോട് ലൈംഗിക വൈകൃതം കാട്ടിയെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. സംഭവ സ്ഥലമായ വർക്ക്ഷോപ്പിനുള്ളിലെ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെയും അതിനുശേഷം നടന്ന ലൈംഗിക അതിക്രമത്തിന്റെയും ചുഴലഴിയുന്നത്. യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നതും തുടർന്ന് അചേതനമായ ശരീരത്തോട് പ്രതി ലൈംഗിക വൈകൃതങ്ങളിൽ ഏർപ്പെടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു. കൊലപാതകത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി CCTV ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് മാറ്റാൻ വൈശാഖൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ യുവതിക്കൊപ്പം മയക്കുമരുന്ന് കലർത്തിയ പാനീയം കഴിച്ച ഇയാൾ അവശനിലയിലായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതോടെ ആ നീക്കം പാളിപ്പോവുകയായിരുന്നു. വർക്ക്ഷോപ്പ് സീൽ ചെയ്ത പോലീസ് പിന്നീട് ശാസ്ത്രീയമായ തെളിവെടുപ്പുകളിലൂടെയാണ് പ്രതിയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയത്. യുവതിയെ മരണശേഷം പീഡിപ്പിച്ചുവെന്ന് കരുതുന്ന സ്ഥലത്തെ സ്രവങ്ങളും മണ്ണും ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് യുവതിയുടെ ബാഗിൽ നിന്ന് കണ്ടെത്തിയ ഡയറിയിലെ കുറിപ്പുകളാണ്. +1 കാലം മുതൽ വൈശാഖൻ തന്നെ പീഡിപ്പിച്ചിരുന്നുവെന്നും അയാൾക്ക് കടുത്ത ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടായിരുന്നുവെന്നും യുവതി തന്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു. പ്രതിയുടെ ബന്ധു കൂടിയായ യുവതിയെ പ്രായപൂർത്തിയാകാത്ത കാലം മുതൽ ചൂഷണം ചെയ്തതിനാൽ കൊലപാതകത്തിന് പുറമെ പോക്സോ നിയമപ്രകാരമുള്ള കടുത്ത കുറ്റങ്ങളും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നീണ്ട വർഷങ്ങളായി തുടരുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങളുടെ ഒടുവിലത്തെ ഇരയായാണ് യുവതി കൊല ചെയ്യപ്പെട്ടത്. തുടരന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങിയ വൈശാഖനെ കൃത്യം നടന്ന വർക്ക്ഷോപ്പിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ഒരുമിച്ച് മരിക്കാനാണെന്ന് തങ്ങൾ തീരുമാനിച്ചതെന്നും താൻ മാത്രം ജീവനോടെ ഇരിക്കുന്നതിൽ വലിയ കുറ്റബോധമുണ്ടെന്നുമാണ് പ്രതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞത്. എന്നാൽ ഈ മൊഴികളിലെല്ലാം പച്ചക്കള്ളമാണെന്ന് പോലീസ് കണ്ടെത്തി. യുവതിയെ കഴുത്തിൽ കുരുക്കിട്ട് നിർത്തിയ ശേഷം അടിയിലുണ്ടായിരുന്ന സ്റ്റൂൾ തട്ടിമാറ്റി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വൈശാഖിന്റെ മറ്റ് സ്ത്രീകളുമായുള്ള ബന്ധം യുവതി ചോദ്യം ചെയ്തതും തന്നെ വിവാഹം കഴിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടതുമാണ് പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചത്. ഈ ബന്ധം പുറത്തറിഞ്ഞാൽ തന്റെ കുടുംബജീവിതം തകരുമെന്ന ഭയത്താലാണ് അതിക്രൂരമായ ഈ കൊലപാതകം ഇയാൾ ആസൂത്രണം ചെയ്തത്. യുവതി കൊല്ലപ്പെട്ടതിന് ശേഷം വൈശാഖൻ തന്റെ ഭാര്യയെ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നത് കേസിലെ മറ്റൊരു ദുരൂഹതയാണ്. ഇരുവരും ചേർന്ന് യുവതിയുടെ മൃതദേഹം കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൃത്യം നടന്ന സമയത്തും അതിനുശേഷവും വൈശാഖന്റെ ഭാര്യയുടെ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താൻ പോലീസ് ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ്. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പ്രതിയെയും ഭാര്യയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കൊലപാതകത്തിന് ഉപയോഗിച്ച മയക്കുമരുന്ന് വാങ്ങിയ മെഡിക്കൽ ഷോപ്പിലും ജ്യൂസ് വാങ്ങിയ ബേക്കറിയിലും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. യുവതിയെ ആസൂത്രിതമായി ചതിയിൽപ്പെടുത്തി ജീവനെടുത്ത ശേഷം നടത്തിയ ക്രൂരതകൾ കേരളത്തിലെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നികൃഷ്ടമായ സംഭവങ്ങളിലൊന്നായി മാറുകയാണ്. പ്രതിയുടെ മനോനിലയും വൈകൃതങ്ങളും സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായവും പോലീസ് തേടിയിട്ടുണ്ട്. പ്രണയത്തിന്റെയും ആത്മഹത്യാ കരാറിന്റെയും മറവിൽ നടന്ന ഈ പൈശാചിക കൊലപാതകത്തിലെ എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കോഴിക്കോട് പോലീസ്.